Hi friends, welcome back to Jaya's Recipes. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ആലു ടിക്കിയാണ്. നല്ല മൊരിഞ്ഞ ആലു ടിക്കി. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റുള്ള ആലു ടിക്കി. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് മല്ലിയില ചട്നി, അതുപോലെ തന്നെ പുതിന ചട്നി അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇതിൻ്റെ കൂടി നല്ല ടേസ്റ്റാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 5 ഉരുളക്കിഴങ്ങ്, 5 ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ്, അത്ര വലുതൊന്നല്ല, അപ്പോൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ആലു ടിക്കി ഉണ്ടാക്കുമ്പോൾ അവിടെയാണ് അത് ഉരുളക്കിഴങ്ങ് ശരിക്കും നന്നായി വേവിച്ചിട്ടില്ലെങ്കിൽ അതിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും നമുക്കത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അത് എങ്ങനെയാണ് വേവിക്കേണ്ടത്. നമ്മൾ കുക്കറിൽ കുറേ വെള്ളത്തിലിട്ടിട്ട് വേവിക്കരുത്. കുറച്ച് അങ്ങനെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഇടണ്ട. ഒരു പകുതി വരെ, അതായത് ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ ആ ഉരുളക്കിഴങ്ങിൻ്റെ പകുതി വെള്ളം നിൽക്കത്തക്ക വിധത്തിൽ നമ്മൾ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കുക. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ തൊലി പൊട്ടിപ്പോവില്ല. എന്നിട്ട് വെന്തതിന് ശേഷം നമ്മൾ അതിൻ്റെ വെയിറ്റൊക്കെ മാറ്റിയിട്ട് വെള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റുക. എന്നിട്ട് ഒരിക്കലും നമ്മൾ വേറെ വെള്ളത്തിലേക്ക് ഇടാൻ പാടില്ല. അത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ഫാൻ്റെ ചോട്ടിലേക്ക് വെച്ചിട്ട് അത് കട്ട് ചെയ്ത് വെക്കുക. കട്ട് ചെയ്ത് വെക്കുമ്പോൾ അതിലത്തെ ആ വെള്ളമൊക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് പോവും. അതിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തു. നന്നായിട്ട് വലിയ ഇതിൽ ഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റിച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക്, നമുക്ക് 3-4 പച്ചമുളക്, കുറച്ച് മല്ലിയില ചേർത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ചേരുവകളാണ് ചേർത്തത്. അധികം ചേരുവകളൊന്നും നമ്മൾ പൊതുവെ ആലു ടിക്കിക്ക് നമ്മൾ ചേർക്കില്ല. ആലു ടിക്കി പറഞ്ഞാൽ അവർ വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നോർത്തിലൊക്കെ കിട്ടുന്ന ആലു ടിക്കി. ഇതിൽ ഞാൻ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, എരിവിനനുസരിച്ച് കേട്ടോ. അപ്പോൾ ചില്ലി ഫ്ലേക്സും ചേർത്തിട്ട് പിന്നെ മുളക് പൊടി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ നിങ്ങൾ മുളക് പൊടി ചേർത്തോളൂ, അല്ലെങ്കിൽ ഉണക്കമുളക് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ ചില്ലി ഫ്ലേക്സ് ആയി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം, ഉണ്ടെങ്കിൽ ചേർക്കുക, നല്ലതാണ്. അപ്പോൾ അധികമൊന്നും ബ്രെഡ് ക്രംസ് ചേർക്കേണ്ട ആവശ്യമില്ല. 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ഒരു സ്ലൈസ് ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിന് 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വറക്കാത്ത അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുത്ത അരിപ്പൊടി ഏത് അരിപ്പൊടിയാണെങ്കിലും ചേർക്കാം, പക്ഷേ പുട്ടിൻ്റെ പൊടി ചേർക്കരുത്. നമ്മൾ നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർക്കുക കേട്ടോ. അതിന് അത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഉരുളക്കിഴങ്ങിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് അരിപ്പൊടി ചേർക്കാം. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ലെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുമ്പോൾ ഇതിൽ ഇനി കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതിലേക്ക് അത് വലിച്ചെടുത്തോളും. അങ്ങനെയാകുമ്പോൾ അതും പിന്നെ അരിപ്പൊടി ഉപയോഗിക്കുന്നതുകൊണ്ട് ആ ഒരു ബെനിഫിറ്റും കൂടി ഉണ്ട്. നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസാണ്, കാര്യമായിട്ട് ഒന്നും ചേർത്തിട്ടില്ല. കാരണം ആലു ടിക്കിയിൽ വേറെ അങ്ങനെ മസാലയുടെ ഒന്നും ഫ്ലേവർ അങ്ങനെ ഉണ്ടാവാറില്ല. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാ ഞാനെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ പരട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടാതിരിക്കാൻ. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ടിക്കികളാക്കിയിട്ട്, അധികം അങ്ങനെ കട്ടിയിലുള്ള ടിക്കി അല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ചെറിയ ടിക്കികൾ ചെറിയൊരു കനത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വല്ലാതെ കട്ടിയിൽ ഉണ്ടാക്കണ്ട. അപ്പോൾ ആ ഒരു വലുപ്പത്തിൽ ടിക്കി ഉണ്ടാക്കുകയാണ്. ഇതേപോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുക്കി കട്ടർ ഉണ്ടെങ്കിൽ കുക്കി കട്ടറിൽ വെച്ചിട്ട് അതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ആലു ടിക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയ നല്ല എളുപ്പത്തിൽ നമുക്കിത് ഇങ്ങനെ ടിക്കിയായിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷേപ്പ് അല്ലാച്ചാൽ വേറെ ഏതെങ്കിലും ഷേപ്പ്, ഹാർട്ട് ഷേപ്പിലോ ഏതെങ്കിലും ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കാണിക്കുന്ന ടിക്കി എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ കടകളിലൊക്കെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കടകളിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റുള്ള ഒരു ആലു ടിക്കിയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഓരോ സൈഡിലും അതിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇങ്ങനെ എല്ലാ ടിക്കിയും ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് നമ്മൾ കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് വെക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ പ്ലേറ്റിലേക്ക് വെക്കുമ്പോൾ
നമ്മളതിൻ്റെ ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ അതിൻ്റെ തൊലി മാറ്റണം. ഞാൻ കട്ട് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ആ തൊലിയും കൂടി മാറ്റണം. അപ്പോൾ അതിലത്തെ ആ വാട്ടർ കണ്ടൻറ്റൊക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാ ഒരു പാനിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറേ എണ്ണയൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വളരെ കുറച്ച് എണ്ണയിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. ഷാലോ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് എത്ര ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ ഇതേപോലെ കുറച്ചുകൂടി കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. നമുക്ക് ഒരേ സമയം തന്നെ കുറേ ഉണ്ടാക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയതിൻ്റെ ശേഷം മാത്രമാണ് നമ്മൾ മറിച്ചിടാവൂ. അപ്പോൾ അത് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് മൊരിച്ചെടുക്കുക. അപ്പോൾ അതാ ഒരു സൈഡ് കുറേയൊക്കെ ആയിരിക്കണു. അപ്പോൾ ഞാനിത് മറിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ, ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരിക്കലും ചെയ്യരുത്. ഫ്ലെയിം കൂട്ടി വെച്ച് ചെയ്താൽ ഒരിക്കലും ഇത് ഇങ്ങനെ നല്ല ഒരു ടേസ്റ്റുള്ള ക്രിസ്പി ആയിട്ടുള്ള അങ്ങനൊരു ആലു ടിക്കി നമുക്ക് കിട്ടില്ല. അപ്പോൾ കുറച്ചൊരു ക്ഷമയോട് കൂടിയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല മൊരിഞ്ഞ ആലു ടിക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നല്ല രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്, നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് കോരി മാറ്റാം. ഇതിപ്പോൾ എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ, ഒട്ടും എണ്ണ കുടിക്കില്ല. സാധാരണ നമ്മൾ ആ ഫ്രൈ ചെയ്യുമ്പോൾ എത്ര എണ്ണ വേണ്ടേച്ചാൽ ആ ഒരു രീതിയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ എത്രമാത്രം മൊരിഞ്ഞിട്ടുണ്ടെന്ന്. ഈ ശബ്ദം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാ ഞാനിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് കഴിക്കാൻ നേരത്തെ കുറച്ച് ഇത് ചൂടോട് കൂടി കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ മീതെ കുറച്ച് ചാട്ട് മസാല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമാണെങ്കിൽ മാത്രം മതി. ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ട കെച്ചപ്പിൻ്റെ കൂടെയും പിന്നെ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.